ഏറ്റവും വലിയ ലോകാത്ഭുതങ്ങൾ ഒന്ന് ഈജിപ്തിലെ പിരമിഡുകളാണ്, മറ്റൊന്ന് ചൈനയിലെ വൻമതില്. അവ രണ്ടും BC-യിലാണ് നിർമ്മിക്കപ്പെട്ടത്. ഈജിപ്തിലെ പിരമിഡുകൾക്ക് ഏകദേശം 4.5 സഹസ്രാബ്ദത്തിന്റെ പഴക്കമുണ്ട്. അതായത് BC 2600-കളിലാണ് പിരമിഡുകളുടെ നിർമ്മാണം ആരംഭിച്ചത്. അതുപോലെ ചൈനയിലെ വൻമതില് ഏകദേശം BC 700-കളിൽ തന്നെ നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ട്. പിൽക്കാലത്ത് നൂറ്റാണ്ടുകൾ കൊണ്ടാണത് പൂർത്തീകരിക്കപ്പെട്ടത്. അത്രയും കാലം മുമ്പ് എങ്ങനെയാണ് അതിന്റെ സാങ്കേതിക വിദ്യ മനുഷ്യൻ കണ്ടെത്തിയത്? ടണ്ണ് കണക്കിന് ഭാരമുള്ള കല്ലുകൾ എങ്ങനെയാണ് ഈ ഉയർന്ന പിരമിഡുകളുടെ മുകളിലേക്ക് മനുഷ്യൻ എത്തിച്ചത്? ഈ ആധുനിക കാലഘട്ടത്തിൽ പോലും ചെയ്യാൻ കഴിയാത്ത അത്തരം ലോകാത്ഭുതങ്ങൾ അന്നത്തെ കാലത്ത് എങ്ങനെ സാധ്യമായി? നമ്മുടെ ആധുനിക ശാസ്ത്ര ലോകത്തിന് പോലും അത്ഭുതമാണ്. എന്ന് മാത്രമല്ല, ആ 2 ലോകാത്ഭുതങ്ങളുടെ ശേഷം പിൽക്കാലത്ത് ഇന്നേ വരെ അതിനെ വെല്ലുന്നൊരു ലോകാത്ഭുതം മനുഷ്യന് ഉണ്ടാക്കാൻ സാധ്യമായിട്ടില്ല. നിരവധി ചരിത്ര പ്രാധാന്യമുള്ള നിർമ്മിതികൾ കൊണ്ടൊക്കെ അഭിമാനിക്കാവുന്ന നമ്മുടെ ഭാരതത്തിൽ പോലും പിരമിഡുകളോട് കിടപിടിക്കുന്ന ഒരു നിർമ്മിതി പോലുമില്ല. ഗണിതശാസ്ത്രത്തിന്റെ ഉൽപ്പത്തി പോലും ഈജിപ്തിലാണെന്നാണ് ചരിത്ര ഗവേഷകന്മാരുടെ അഭിപ്രായം. കാരണം അത്രമേൽ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ അക്കാലത്ത് തന്നെ ഇല്ലായിരുന്നുവെങ്കിൽ തീർച്ചയായും പിരമിഡുകളെ പോലെ ഒരു നിർമ്മിതി അക്കാലത്ത് സാധ്യമാകില്ലായിരുന്നു. ഗണിതശാസ്ത്രത്തിന്റെ പ്രാചീന ആചാര്യൻ എന്ന് വിശേഷിക്കപ്പെടുന്ന യൂക്ലിഡ് പോലും ഈജിപ്തിലെ അലക്സാണ്ട്രിയയിലാണ് ജീവിച്ചിരുന്നത്. കാലം ഇത്രയായിട്ടും ലോകാത്ഭുതങ്ങളെ നാം എണ്ണുമ്പോൾ 1-ാം സ്ഥാനത്ത് ഈജിപ്തിലെ പിരമിഡും 2-ാം സ്ഥാനത്ത് ചൈനയിലെ വൻമതിലും തന്നെയാണ്. ആ ക്രമത്തെ മാറ്റം വരുത്താൻ ഇന്നേ വരെ ഒരു ടെക്നോളജിക്കും സാധ്യമായിട്ടില്ല. എന്നാൽ ഈജിപ്തിലെ പിരമിഡുകളുടെ നിർമ്മിതിക്ക് മനുഷ്യന്റെ മാത്രം അധ്വാനമോ അല്ലെങ്കിൽ സാങ്കേതിക വിദ്യയോ മതിയാകില്ല. പകരം വല്ല അന്യഗ്രഹ ജീവികളുടെയും സഹായം ഉണ്ടായേക്കും എന്ന് പോലും അഭിപ്രായപ്പെടുന്ന ആധുനിക ഗവേഷകരുണ്ട്. എന്തായാലും നമ്മുടെ വിഷയം അതല്ല. ലോകത്തെ ഇത്രമാത്രം വലിയ 2 ലോകാത്ഭുതങ്ങൾ ഇന്നും ശേഷിച്ചു നമ്മുടെ മുന്നിൽ തലയുയർത്തി നിന്നിട്ടും നമ്മുടെ ഈ പ്രാചീന കാലഘട്ടങ്ങളിലെ ഈ മതഗ്രന്ഥങ്ങളിലെ ആ 2 ലോകാത്ഭുതങ്ങളെ സംബന്ധിച്ച് എന്തുകൊണ്ട് പ്രതിപാദിക്കുന്നില്ല? എന്തോ അക്കാലത്തുള്ള ദൈവങ്ങൾക്ക് അക്കാലത്തുണ്ടായിരുന്ന ലോകാത്ഭുതങ്ങളെ സംബന്ധിച്ച് അറിവില്ലായിരുന്നുവോ? സത്യത്തിൽ ആരാണ് ഇവിടെ പ്രതികൂട്ടിലാവുന്നത്? ആരാണ് പരാജയപ്പെടുന്നത്? BC 2600 മുതൽ BC 2000 വരെയുള്ള കാലഘട്ടങ്ങളിലാണ് മിക്ക പിരമിഡുകളും നിർമ്മിക്കപ്പെട്ടത്. അതുപോലെ ചൈനയിലെ വൻമതില് BC 700-കളിൽ ആരംഭിച്ച് AD ഏകദേശം 16-ാം നൂറ്റാണ്ട് വരെ അതിന്റെ നിർമ്മാണം പുരോഗമിച്ചിട്ടുണ്ട്. എന്തായാലും അതിന്റെയും പ്രധാന ഭാഗങ്ങളെല്ലാം BC-യിൽ തന്നെ പൂർത്തിയായിട്ടുമുണ്ട്. എന്നിരിക്കെ അക്കാലത്തുള്ള നമ്മുടെ ഈ മതഗ്രന്ഥങ്ങളൊന്നും ആ 2 ലോകാത്ഭുതങ്ങളെ സംബന്ധിച്ച് ഒരക്ഷരം മിണ്ടിയില്ല എങ്കിൽ, അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു സൂചന പോലും നൽകിയില്ല എങ്കിൽ സത്യത്തിൽ അതൊരു പോരായ്മ തന്നെയല്ലേ? ബൈബിളിന്റെ പഴയ നിയമം, പുതിയ നിയമം, അവ ഏത് പരിശോധിച്ചാലും അവയിലൊന്നും ഈജിപ്തിലെ വൻമതിലിനെ സംബന്ധിച്ച് ഒന്നും പ്രതിപാദിക്കുന്നില്ല. എന്നാൽ യേശുവിന്റെയും മോശത്തിന്റെയും ചരിത്രം അന്തിയുറങ്ങുന്ന ഇസ്രായേലിന്റെ തൊട്ടടുത്ത രാജ്യമായ ഈജിപ്തില് ഇത്രയും വലിയ പിരമിഡുകൾ ഉണ്ടായിട്ട് അതിനെക്കുറിച്ച് ബൈബിളിന്റെ പുതിയ നിയമത്തിലോ അല്ലെങ്കിൽ ജൂതന്മാരുടെ പുണ്യവേദമാകുന്ന പഴയ നിയമത്തിലോ ഒന്നും പ്രതിപാദിക്കുന്നില്ല. ഇനി നമുക്ക്
ഭാരതീയ ഗ്രന്ഥങ്ങളെ സംബന്ധിച്ച് ഒന്ന് ചെറുതായിട്ട് അവലോകനം ചെയ്യാം. വേദങ്ങള്, ഉപനിഷത്തുകള്, ആരണ്യങ്ങള്, പുരാണങ്ങള്, ധർമ്മശാസ്ത്രങ്ങള് എന്നിങ്ങനെ നിരവധി സംസ്കൃത ഗ്രന്ഥങ്ങളുള്ള നമ്മുടെ ഭാരതത്തിലെ 4000 മുതൽ 4500 കൊല്ലം മുമ്പ് വരെ നിർമ്മിക്കപ്പെട്ടിരുന്ന പിരമിഡുകളെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്നില്ല എങ്കിൽ സത്യത്തിൽ അതും ഒരു പോരായ്മ തന്നെയല്ലേ? ചൈനയിലെ വൻമതില് ഏകദേശം BC 7-ാം നൂറ്റാണ്ടിൽ ആരംഭിച്ച് നൂറ്റാണ്ടുകൾ നീളുന്ന അതിന്റെ പ്രവർത്തനങ്ങള്. പക്ഷെ അതിനെക്കുറിച്ചൊന്നും നമ്മുടെ കൗടില്യന്റെ അല്ലെങ്കിൽ ചാണക്യന്റെ അർത്ഥശാസ്ത്രത്തിൽ പോലും ഒരു സൂചനയുമില്ല. അതായത് വൈകി വന്ന ഗ്രന്ഥങ്ങളിൽ പോലും അതിനെ സംബന്ധിച്ച് ഒരു സൂചന പോലുമില്ല. എന്ന് മാത്രമല്ല, നമ്മുടെ ബുദ്ധ ജൈന മതഗ്രന്ഥങ്ങളിൽ അല്ലെങ്കിൽ ആ ആചാര്യന്മാരുടെ ഉപദേശങ്ങളിൽ ഒന്നും തന്നെ അതേക്കുറിച്ച് ഒരു ചർച്ച പോലും സൂചന പോലും വന്നിട്ടില്ല. എന്നാൽ അക്കാലത്ത് തന്നെ ഭാരതീയര് വിദേശികളുമായിട്ട് നല്ല ബന്ധമുള്ളവരുണ്ടായിരുന്നു. ഹൂണന്മാരും യവനന്മാരും എന്നിങ്ങനെ വൈദേശിക ബന്ധങ്ങള് നമ്മുടെ പുരാണ കഥകളിലൊക്കെ കാണുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഒരു ഗ്രന്ഥത്തിലും ഈ ചൈനയിലെ വൻമതിലോ അല്ലെങ്കിൽ ഈജിപ്തിലെ പിരമിഡോ ചർച്ച ചെയ്യപ്പെട്ടില്ല. അതിന്റെ സൂചനയുമില്ല. ചൈനയിലെ വൻമതിൽ നിർമ്മിച്ചത് അന്നത്തെ ആ നാട്ടുകാരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ്, ശത്രുക്കളുടെ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് എന്നൊക്കെയാണ് ചരിത്ര രേഖകൾ കാണിക്കുന്നത്. എന്നാൽ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ കഹ്ഫില് ഒരു വൻമതിൽ നിർമ്മിക്കുന്നതിനെ സംബന്ധിച്ച് സൂചന നൽകുന്നുണ്ട്. അത് ഏത് രാജ്യത്താണെന്ന് വ്യക്തമാക്കിയിട്ടില്ല എങ്കിലും അതിന്റെ ദിശ ഏകദേശം കിഴക്ക് രാജ്യമാണ് എന്ന് വ്യക്തമാക്കുന്നുണ്ട്. ഹത്താ ഇദാ ബലഗ മത്ലിയ ഷംസി എന്ന ഖുർആൻ വാക്കിൽ നിന്ന് ആ പ്രദേശം കിഴക്കൻ പ്രദേശമാണെന്ന് വ്യക്തമാകുന്നുണ്ട്. സത്യത്തിൽ അറേബ്യയെ സംബന്ധിച്ചിടത്തോളം കിഴക്കൻ രാജ്യങ്ങളിൽപ്പെട്ടതാണ് ചൈന, ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങൾ. ഇന്ത്യയിൽ തീർത്തും അത്തരം ഒരു നിർമ്മിതി ഇല്ല. അതുകൊണ്ട് തന്നെ ജിയോളജിക്കലായിട്ട് നോക്കുകയാണെങ്കിൽ ഖുർആനിലെ അൽ കഹ്ഫിൽ പറയുന്ന ആ വൻമതില് ചൈനയിലെ വൻമതിൽ ആകാൻ തീർച്ചയായിട്ടും സാധ്യതയുണ്ട്. ആ വൻമതിൽ ഖുർആൻ വിവരിക്കുന്ന വൻമതില് നിർമ്മിക്കുന്നതിന്റെ ആവശ്യകതയും ഖുർആൻ വിവരിക്കുന്നുണ്ട്. മുഫ്സിദൂന ഫിൽ അർളി ഫഹൽ നജ്അലു ലക ഹർജൻ അലാ അൻ തജ്അല ബൈനനാ വബൈനഹും സദ്ദ. അതായത് രാജ്യത്ത് അക്രമം ചെയ്യുന്ന ഫസാദ് അഥവാ കുഴപ്പമുണ്ടാക്കുന്ന ആളുകളിൽ നിന്നും സുരക്ഷയ്ക്ക് വേണ്ടി ഒരു വൻമതിൽ നിർമ്മിക്കുന്നതിനെ സംബന്ധിച്ച് ഖുർആൻ ഇവിടെ വിവരിക്കുന്നുണ്ട്. ആ നിർമ്മിതിക്ക് ലോഹങ്ങൾ വരെ ഉപയോഗിച്ചിട്ടുണ്ടെന്നും ഖുർആൻ വിവരിക്കുന്നുണ്ട്. അതുകൊണ്ട് ചൈനയിലെ വൻമതിൽ എന്ന ആ ലോകാത്ഭുതത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ഏക മതഗ്രന്ഥം അത് ഖുർആൻ മാത്രമാണ്. മറ്റൊരു ഏറ്റവും വലിയ ലോകാത്ഭുതം ഈജിപ്തിലെ പിരമിഡാണ്. അതിനെ സംബന്ധിച്ചും മറ്റൊരു മതഗ്രന്ഥങ്ങളിലും ഒരു സൂചനയുമില്ല. എന്നാൽ ഖുർആനിൽ ഈജിപ്തിൽ ഒരു വൻകിട ഗോപുരം പണിയുന്നതിനെ സംബന്ധിച്ച് 2 ഭാഗത്ത് വിശദീകരിക്കുന്നുണ്ട്. അതായത് ഫറോവ രാജാവ്, ഒരുപാട് ഫറോവ രാജാക്കന്മാരുണ്ട്, അതിൽപ്പെട്ട ഒരു ഫറോവ രാജാവ് തന്റെ യുഗത്തിലെ ഒരു പ്രധാനിയാവുന്ന ഹാമാനിനോട് ഒരു വൻകിട ഗോപുരം പണിയാൻ ആവശ്യപ്പെടുന്നുണ്ട്. ഖുർആൻ സൂറ അൽ ഖസസ് അതുപോലെ സൂറ അൽ ഗാഫിർ ഈ 2 അധ്യായങ്ങളിലും ഇതിനെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. പക്ഷേ ഗവേഷകന്മാരെ കുഴക്കിയ ഒരു വിഷയം എന്തെന്ന് വെച്ചാല് നല്ല മണ്ണ് കൊണ്ട് ഇഷ്ടികയുണ്ടാക്കി ഗോപുരം പണിയുന്നതിനെ സംബന്ധിച്ച് ഖുർആൻ വിവരിക്കുന്നുണ്ട്. ഫറോവയുടെ ആവശ്യം എന്തെന്ന് വെച്ചാല് ഏറ്റവും ഉയരത്തിൽ കയറി നിന്ന് ആകാശത്തേക്ക് നോക്കുക എന്നതായിരുന്നു. അതായത് മോശയുടെ യഹോവ എന്ന ദൈവത്തെ കാണാൻ വേണ്ടി. കാരണം മോശയുടെ ദൈവത്തിൽ തീരെ വിശ്വാസമില്ലാത്ത വ്യക്തിയാണ് ഫറോവ. അതുകൊണ്ട് ഒരു വെല്ലുവിളി എന്ന നിലക്ക് അല്ലെങ്കിൽ ഒരു പ്രഹസനം, ഒരു പരിഹാസ്യം എന്ന നിലക്ക് ഏറ്റവും ഉയരത്തിൽ കയറി നോക്കിയാലും
ആകാശത്ത് ദൈവത്തെ കാണാനില്ല എന്ന് തെളിയിക്കലാണ് ഫറോവയുടെ ലക്ഷ്യം. അതുകൊണ്ട് നിലവിൽ ഉള്ളതിനേക്കാൾ ഏറ്റവും വലിയൊരു കെട്ടിടം പണിയുക, അല്ലെങ്കിൽ ഉയർച്ചയിൽ നിൽക്കാൻ പറ്റുന്ന ഒരു സൗകര്യം ഉണ്ടാക്കുക എന്നതായിരുന്നു അദ്ദേഹം ആവശ്യപ്പെട്ടത്. സത്യത്തിൽ അക്കാലത്ത് അതിന്റെ തുടക്കം മണ്ണ് കൊണ്ട് ഇഷ്ടികയുണ്ടാക്കി ഇത്തരം ഒരു നിർമ്മിതി ആരംഭിച്ചുവെങ്കിലും പിൽക്കാലത്ത് അതിന്റെ ഭീമാകാരമായ നിർമ്മാണത്തിന് വേണ്ടി നല്ല മുന്തിയ ഇനം കല്ലുകൾ തന്നെ കണ്ടെത്തുകയുണ്ടായി. അത്തരം കല്ലുകൾ കൊണ്ടുള്ള നിർമ്മിതിയാണ് ഇന്ന് നമ്മുടെ മുന്നിൽ ലോകാത്ഭുതമായി നിലനിൽക്കൊള്ളുന്നത്. ഖുർആനിലെ സൂറ അൽ ഖസസിലെ 37 മുതലുള്ള വചനങ്ങൾ, ഖുർആൻ സൂറ അൽ ഓഫിറിലെ 35 മുതലുള്ള വചനങ്ങളും സത്യത്തിൽ ഈ പിരമിഡുകളിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത്. എന്തായാലും ഇത്രയും വലിയ 2 ലോകാത്ഭുതങ്ങൾ നമ്മുടെ മുന്നിൽ ഇന്നും നിലനിൽക്കുമ്പോഴും അവർ എന്തിലേക്കും സൂചന എങ്കിലും നൽകുന്ന ഏക മതഗ്രന്ഥം എന്നുള്ളത് വിശുദ്ധ ഖുർആൻ മാത്രമാണ്.